നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും സംഭവ ബഹുലമായ ഒരാഴ്ച കടന്നുപോയിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയാണെന്ന് ചിലരൊക്കെ ഇപ്പോഴറിഞ്ഞിട്ടുണ്ടാവും. 1200 പോയിൻ്റോളമാണ് ഒരാഴ്ചത്തെ ട്രേഡിങ്ങിൽ നമുക്ക് നഷ്ടമായത്. നിഫ്റ്റിയുടെ 1200 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5% മുകളിലേക്ക് വന്നിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇടിഞ്ഞതെന്ന് പറയാൻ തുടങ്ങിയാൽ കുറേയേറെ കാരണങ്ങളുണ്ട്. ആദ്യമായി വെസ്റ്റ് ഏഷ്യ ആണ് പ്രധാന കാരണം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് കടക്കുന്നു. ചൈന പുതിയ പാക്കേജുകളുമായി വന്ന് സമ്പദ്ഘടനയെ രക്ഷിക്കാൻ തുടങ്ങുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നു. ഒപ്പം FIs നല്ല ലെവലിൽ ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്നു. 4 ദിവസം കൊണ്ട് ഏകദേശം 50,000 കോടി രൂപയ്ക്കടുത്ത് അവർ മാറ്റി ഇന്ത്യയിൽ നിന്ന് വിറ്റ് മാറുന്നു എന്നാണ് അറിയുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഏകദേശം 10,000 കോടി രൂപയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയത്. അതിനു മുമ്പത്തെ ദിവസം 15,000 കോടി രൂപയുടെ സെല്ലിങ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്ന ചില നീക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇത്തരം വിൽപ്പന എന്നാണ് പറയുന്നത്. ചൈന ഉത്തേജക പാക്കേജുകൾ നൽകിയപ്പോൾ അവിടുത്തെ സ്റ്റോക്കുകളിൽ കാണുന്ന പുതിയ എനർജി, പുതിയ ഉത്തേജക പാക്കേജ് മൂലം ലഭിക്കുന്ന ഉണർവ്, ഏറ്റവും താഴെ കിടയുന്ന 5 വർഷമായി വളരെ ലോ പ്രൈസിൽ കിടക്കുന്ന ഷെയറുകൾ അതിൽ നിക്ഷേപിച്ചാൽ ഇന്ത്യയിലേക്കാൾ കൂടുതൽ റിട്ടേൺ ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ അവരിന്ന് ഇന്ത്യയെ തഴഞ്ഞ് ക്യാഷ് ചൈനയിലേക്ക് മാറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ തകർച്ച എന്നൊന്നും പറയാറായിട്ടില്ല. 5%, 10% ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിപ്പോഴധികം അങ്ങനെ കാണാറില്ല. നമ്മുടെ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചില രീതികളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം കറക്ഷനുകൾ ഉണ്ടാകുമ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ഭയമാകുന്നു, പേടിയാകുന്നു. അല്ലെങ്കിൽ അവർ കൂടുതൽ അഗ്രസീവായിട്ട് വിൽപ്പനയിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ അതിന് മാർക്കറ്റിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലാണ് പലരും ഇതിനെ നേരിടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എന്നും സംഭവിക്കുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. താഴ്ച ഇതുകൊണ്ട് അവസാനിച്ചു എന്നും പറയാനാവില്ല. അടുത്ത ദിവസങ്ങളിലാവും ഇസ്രായേൽ ഇറാനിൽ ശക്തമായി നീക്കം നടത്തി അവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ തകർക്കുകയോ ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റിന് ഇതേ സ്വഭാവം വരികയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും വളരെ കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. ക്ഷമ എല്ലാത്തിനും നല്ല ഔഷധമാണെന്ന് പറയുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ക്ഷമ. എന്ത് വന്നാലും മാർക്കറ്റ് ഇടിഞ്ഞു പോയാൽ താഴേക്ക് തന്നെ കിടക്കുമെന്നൊന്നും വിചാരിക്കരുത്. അതിന് സമയമുണ്ട്. അത് ഉയർന്നു തന്നെ വരും. ലോങ് ടേമിലേക്ക് കാത്തിരിക്കുന്നവർക്ക് ഇതൊരവസരമാണ്. ഈ കറക്ഷനിൽ നല്ല ഷെയറുകൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ടാവും. 10%, 20%, 30% ഒക്കെ താഴെ നിങ്ങൾക്ക് ഓരോ ഷെയറുകൾ, ഏറ്റവും നല്ല ഷെയറുകൾ വാങ്ങാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ മിക്കവാറും എല്ലാവരും നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാവും, കയ്യിൽ കാശുണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പല സാഹചര്യങ്ങളിലാവും.
നമ്മളുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ എത്രമാത്രം നഷ്ടത്തിലായിരിക്കും അല്ലെങ്കിൽ എത്ര ലാഭത്തിലായിരിക്കും, ഇതെല്ലാം പരിശോധിക്കുക. നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുന്ന ഷെയറുകൾ ഉണ്ടെങ്കിൽ അവയിൽ കുറച്ച് വിറ്റ് അതിൻ്റെ ലാഭം എടുക്കുന്നതോടൊപ്പം ഏറ്റവും താണു പോയിട്ടുള്ള ഏറ്റവും നല്ല ഷെയറുകൾ നോക്കി കുറച്ച് വാങ്ങിയിടുക ഈ സമയത്ത്. അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും. മാർക്കറ്റ് ഉയർന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറാതെ മാർക്കറ്റിനെ അതിൻ്റെ രീതിയിൽ തന്നെ വിടുക. നിങ്ങൾ അതിൽ അവസരങ്ങൾ ഉണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക. ആ അവസരങ്ങളിൽ മുതലെടുപ്പ് നടത്തുക. ഇതാണ് ഈ മാർക്കറ്റിൽ നമ്മൾക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഇത്രയും നാൾ നിക്ഷേപിച്ച കാര്യങ്ങളെല്ലാം നഷ്ടത്തിലായല്ലോ എന്നോർത്ത് വിലപിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഷെയറുകൾ എത്ര ശതമാനം താഴ്ന്നിട്ടുണ്ട്, അതിലേറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഷെയർ ഏതാണ്, അവയെ കുറച്ചുകൂടി വാങ്ങാനുള്ള ഒരു അവസരമായി നമ്മൾ ഇതിനെ ഉപയോഗിക്കുക. അത് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കുന്നവൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള തകർച്ചയിൽ കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന നല്ല ഷെയറുകളെ നോക്കുക. റിലയൻസ് ഒക്കെ നന്നായി താണു വന്നിട്ടുണ്ട്. 2700 താഴെ വന്നാൽ പിന്നെ റിലയൻസിൽ തീർച്ചയായിട്ടും നിക്ഷേപ സാധ്യതയാണ് ഉള്ളതെന്നാണ് ഞാൻ പറയുകയുള്ളൂ. അത് ഡിവിഡൻഡ് അല്ലാത്തൊരു ബോണസൊക്കെ നൽകാനിരിക്കുന്ന കമ്പനിയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്, ഇതൊക്കെ നോക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഉത്സവ സീസൺ വരികയാണ്. ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവടങ്ങൾ നടക്കാനിടയുള്ള കമ്പനികളുണ്ട്. ടൈറ്റാൻ പോലെയുള്ള കമ്പനികൾ തീർച്ചയായിട്ടും ഈ ഉത്സവത്തിൽ നിന്ന് മുതലെടുക്കുന്നവരാണ് അവരൊക്കെ. അങ്ങനെ പല കമ്പനികൾ ഈ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവയുണ്ടാവും. അവയൊക്കെ മുതലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ഷെയറുകൾ നോക്കി നമ്മളിപ്പോൾ നിക്ഷേപിച്ചത് തന്നെയാണ്. ആ നിക്ഷേപിച്ചിട്ടുള്ള ഷെയറുകളിൽ നല്ല ഷെയറുകൾ, ഏറ്റവും മൂല്യം തരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള കമ്പനികളിൽ നോക്കി നിക്ഷേപിക്കുക. അവസരത്തിനൊത്ത് നമ്മളുടെ കയ്യിൽ ഉള്ള കാശിനനുസരിച്ച് നമ്മൾ നിക്ഷേപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഉയരുന്ന സമയത്ത് ലാഭമെടുക്കാൻ വളരെ നല്ലൊരു അവസരമാണ് ഇതുപോലുള്ള താഴ്ചയിലാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ പരിചയമുള്ള ആൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനാവുക. മാർക്കറ്റ് തകരുമ്പോൾ മാർക്കറ്റിനെ വിശ്വസിച്ച് അതിനെ ഒരു രീതിയിലും ഭയപ്പെടാതെ കൂടുതൽ നിക്ഷേപം ഇറക്കാൻ കഴിയുന്നവരാണ് മാർക്കറ്റിലെ വിജയികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. ഇതുവരെ പറഞ്ഞിട്ടുള്ള ഷെയറുകളൊക്കെ ഉണ്ട്. ആ ഷെയറുകളെ നിങ്ങൾ തന്നെ പരിശോധിക്കുക. ആ പരിശോധനയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സംഗതികളിൽ നിന്ന് ഏറ്റവും നല്ല ഷെയറിനെ തിരഞ്ഞെടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ താണു വന്നിട്ടുള്ളത് എവിടെ ഷെയറാണെന്ന് പരിശോധിക്കുക. അവയിൽ നിക്ഷേപ സാധ്യതയുണ്ടല്ലോ, അത് നമ്മൾ മുതലെടുക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ക്ഷമ കൈവിടാതെ ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ ഈ ഇടിയുന്ന ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യണമെന്നുള്ളതാണ്. നമ്മളത് മാനസികമായി അതിനനുസരിച്ച് തന്നെ പോകണം. അല്ലാതെ ഇടിഞ്ഞു വരുന്നു, ഇനി ഞാനും വിറ്റ് മാറിക്കളയാം എന്നുള്ള ചിന്താഗതികളോടെ മാർക്കറ്റിനെ സമീപിക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് എത്ര കാലത്തേക്കുള്ള നിക്ഷേപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിന് വളർച്ചയുണ്ടാകുകയാണ് വേണ്ടത്. അതിന് ഇങ്ങനെയൊരു ഇടിവൊക്കെ ഇടയ്ക്ക് വന്നു എന്ന് കരുതി അത് തീർച്ചയായിട്ടും നല്ലതിനാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം. മാനസികമായി സ്ട്രെസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോഴാണ് ശരിക്കും നിങ്ങളൊരു നല്ല നിക്ഷേപകനാകുന്നത്. ആ നിക്ഷേപകനാകുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉറപ്പാകുന്നത്. അല്ലാതെ മാർക്കറ്റിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് നിങ്ങൾ പാനിക്കായാൽ, നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ വിജയിക്കാൻ വളരെ വിഷമമുള്ള ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ നിർദ്ദേശങ്ങൾ, ഈ സമയത്ത് പുതിയ ഷെയറുകളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് ഷെയറുകളുണ്ട്. ആ ഷെയറുകളിലെ നല്ല ഏറ്റവും നല്ല ഷെയറുകൾ പോലും 10%, 20% ഒക്കെ ഇടിഞ്ഞ് താഴെ വരുന്നുണ്ടാവും. എന്തുകൊണ്ട് നിക്ഷേപത്തിന് പരിഗണിച്ചുകൂടാ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ആ ഷെയറുകളെ നിങ്ങൾ കണ്ടെത്തുക, ആ ഷെയറുകളിൽ നിങ്ങൾ നിക്ഷേപം തുടരുക. അപ്പോൾ തീർച്ചയായിട്ടും വിജയം നിങ്ങളുടേതാണ്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പല ഷെയറുകളും അതിൻ്റേതായ താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത്തരം ഷെയറുകളെ നോക്കി കണ്ടെത്തി നിക്ഷേപിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. ബജാജ് ഫിനാൻസ്
അതൊക്കെ ഒരുപാട് താഴെ വരുന്നുണ്ട്. 7,800 900-ത്തിനടുത്തൊക്കെ വന്നത് ഷെയർ ഇപ്പോൾ 7,100-ലേക്കൊക്കെ വരുന്നു. അതുപോലെ പല ഷെയറുകളുണ്ട്. റിലയൻസ് താഴെ വന്നിട്ടുണ്ട്, CDSL, അങ്ങനെയുണ്ട്. പല ഓരോ സെക്ടറുകൾ വെച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ സെക്ടറുകളിലെ ഷെയറുകളുടെ പെർഫോമൻസ് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് IT സെക്ടർ. IT സെക്ടർ റിസൾട്ടുകൾ വരാൻ പോകുന്നു. നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ആ കമ്പനികളുടെ റിസൾട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ഈ IT സെക്ടർ കൂടുതൽ മുൻനിരയിലേക്ക് വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസങ്ങളാണെന്ന് മാത്രം നിങ്ങൾ ധരിക്കണം. അതായത് ചൈനയ്ക്ക് ഒരു ഉത്തേജക പാക്കേജ് നൽകിയപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് അങ്ങനെ തന്നെ അസ്വഭാവം കാണിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തകർന്നടിഞ്ഞ ഒരു സാമ്പത്തിക രംഗത്തെ ഉയർത്താനാണ് ഈ പാക്കേജുകൾ നൽകിയിരിക്കുന്നത്. അല്ലാതെ അവിടെ ഫ്ലറിഷ് ചെയ്യുകയല്ല കമ്പനികൾ. അവിടെ തകർന്നടിഞ്ഞു പോയ കമ്പനികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അവിടെ അല്ലെങ്കിൽ അവൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ വമ്പൻ കമ്പനികൾക്ക് സാമ്പത്തികമായി കുറേ സഹായം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലറിഷ് ചെയ്യുന്ന എക്കണോമിയല്ല, ഒരു തകർന്നടിഞ്ഞ എക്കണോമിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതിൽ അവർ വിജയിക്കുമോ വിജയിക്കാതിരിക്കുകയോ ചെയ്യും. തീർച്ചയായിട്ടും അതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും നിക്ഷേപകരിലെന്നുള്ളതിന് സംശയമില്ല. ആ കൺഫ്യൂഷനിൽ മുതലെടുത്തുകൊണ്ട് അവർ കുറച്ച് കമ്പനികളെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കുകളെ ഉയർത്തുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുക. അതിൽ അല്ലാതെ ഒരു എക്കണോമി ഉടനെ തന്നെ ഉണർന്ന് ഫ്ലറിഷ് ചെയ്തു എന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് FIs അവസരങ്ങൾ എവിടെയുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ അധികം താമസമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാശ് മുടക്കുന്ന ഒരുപാട് പേർ അങ്ങോട്ട് തിരിച്ചു പോകുന്നു എന്നൊന്നും പറയാറായിട്ടില്ല. അവർ തീർച്ചയായിട്ടും നമ്മളുടെ എക്കണോമി അവർക്ക് ആവശ്യമുണ്ടാവും. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യയിലേത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ ഇത്തരം തകർച്ചയെ കാണാൻ. സ്ഥിരമായി ഇങ്ങനെ അങ്ങ് പോകും, അല്ലെങ്കിൽ ചൈനയിലേക്ക് തന്നെ പോകും എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ സമയമായിട്ടില്ല. ചൈന അങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു എക്കണോമിയാണ്, അല്ലെങ്കിൽ വളർച്ചയിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ട് ഇപ്പോൾ പുറകിലോട്ട് പോയ ഒരു എക്കണോമിയാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയുടെ എക്കണോമി തീർച്ചയായും വളർച്ചയുടെ പാതയിലാണ്. അങ്ങനെയുള്ള ഒരു എക്കണോമിയിൽ ആണ് ഇനി അധികം ദൂരമില്ലാതെ നമ്മൾ പുതിയ ഉയരങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ തീർച്ചയായിട്ടും ക്ഷമയോടെ മാർക്കറ്റിനെ വീക്ഷിച്ചുകൊണ്ട് അവസരങ്ങൾ മുതലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും നമ്മളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.